ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂളിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ് ഈ പഠിപ്പിക്കാൻ പോകുന്നത്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് എന്താണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അത് ഉപയോഗിച്ചുള്ളൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ആ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്നും എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഡെമോയ്ക്കുള്ളൊരു ഷോയ്ക്കുള്ളൊരു പ്രോഗ്രാമാണ്. ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലാതെ ഈ പ്രോഗ്രാം ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അതെങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കണം. അതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റർ ചെയ്ത നമ്പറും ചോദിക്കുന്നു. നമ്മൾ 5 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ സ്ക്വയർ റൂട്ട് ഈസ് എന്ന് പറഞ്ഞ് 5ൻ്റെ സ്ക്വയർ റൂട്ട് എഴുതി കാണിക്കുന്നു. 4 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടായ 2 എന്ന ഔട്ട്പുട്ട് തരുന്നു. 9 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 3 എന്ന ഔട്ട്പുട്ട് തരുന്നു. അതേസമയം -4 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എറർ എന്ന ഔട്ട്പുട്ട് കാണിക്കണം. കാരണം ഒരു നെഗറ്റീവ് നമ്പറിന് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൈനസ് നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, നെഗറ്റീവ് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എറർ എന്ന ഔട്ട്പുട്ട് വേണം. അതായത് >0 ആയിട്ടുള്ള നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എറർ എന്ന ഔട്ട്പുട്ട് വേണം. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ക്വയർ റൂട്ട് തന്ന ഉടനെ വീണ്ടും ഉടനെ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഉടനെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതി കാണിക്കുന്നു. എന്നാൽ വീണ്ടും എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ഇൻഫിനിറ്റ് ടൈംസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായതുകൊണ്ട് നമ്മൾ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ math.h എന്ന ഹെഡർ ഫയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. X എന്നും Y എന്നും പേരുള്ള 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് X എന്ന് പറയുന്ന ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. Y എന്നത് സ്ക്വയർ റൂട്ട് കണ്ടെത്തി. ഇവിടെ SQRT എന്ന് പറഞ്ഞ X എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ X എന്ന് പറയുന്ന ഇൻറ്റീജർ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ആ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂൻ്റെ സ്ക്വയർ റൂട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് Y എന്ന് പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ആ Y ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ദ സ്ക്വയർ റൂട്ട് ഈസ് എന്ന് പറഞ്ഞ് Yയുടെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി Y എന്ന് പറയുന്ന ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വേരിയബിൾസാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഞാനിവിടെ റീഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേബൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ലേബലാണ്. റീഡ് എന്ന് എഴുതി ഇവിടെ കോളനാണ് ഇട്ടിട്ടുള്ളത്, സെമി കോളനല്ല, കോളനാണ് ഇട്ടിട്ടുള്ളത്. അത് ഈ ഗോ ടു അതിൻ്റെ കൂടെ വരുന്നൊരു പാർട്ടാണ് ഈ റീഡ് എന്ന് പറയുന്നത്. ഇതൊരു ലേബലാണ്. അപ്പോൾ റീഡ് എന്നിവിടെ കൊടുത്തത് നമ്മൾ തന്നെ ഒരു സെറ്റ് ചെയ്ത ഒരു നെയിമാണ് റീഡ് എന്നുള്ളത്. അപ്പോൾ റീഡ് എന്നിവിടെ കൊടുത്തിട്ട് കോളൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഈ ഒരു വേർഡ് ഉണ്ടാക്കിയത് റീഡ് എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് എൻ്റർ എ നമ്പർ എന്ന സംഭവം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എൻ്റർ നമ്പർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ X എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പറായിട്ടാണ് നമ്മൾ X എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ആദ്യമേ അത് ചെക്ക് ചെയ്യും, ഈ Xൻ്റെ വാല്യൂ <0 ആണോ എന്ന് അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. <0 ആണെങ്കിൽ എററാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ നെഗറ്റീവ് നമ്പറാണ് എങ്കിൽ, അതായത് <0 ആണ് അതിൻ്റെ വാല്യൂ എങ്കിൽ ഇഫ് എന്നിവിടെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എറർ എന്നായിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എറർ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് ന്യൂ ലൈൻ ക്രിയേറ്ററും കൂടെ ന്യൂ ലൈനുള്ള ക്യാരക്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് അടുത്ത സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത ലൈനിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഈ \n കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ printf എന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഗോ ടു റീഡ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. സംഭവം എന്ന് വെച്ചാൽ ഈ റീഡ് എന്ന് പറയുന്ന ലേബലാണെന്ന് പറഞ്ഞു. എവിടെയാണോ ഈ റീഡ് എന്ന് പറയുന്ന ആ വേർഡ് അപ്പിയർ ചെയ്യുന്ന അവിടത്തേക്ക് അതിൻ്റെ കൺട്രോൾ പോവുക എന്നാണ് അതിൻ്റെ മീനിങ്. ഗോ ടു ഈ റീഡ് എന്ന് പറയുന്ന ലേബൽ ആ പൊസിഷനിലോട്ട് അതിൻ്റെ കൺട്രോൾ പോവുക എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇവിടെ ഗോ ടു എന്ന് എഴുതി റീഡ് എന്ന് എഴുതി ഇവിടെ സെമി കോളൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം റീഡ് എന്ന വേർഡ് എവിടെയാണ് ഈ പ്രോഗ്രാമിൽ വരുന്നത് അങ്ങോട്ടായിരിക്കും അതിൻ്റെ കൺട്രോൾ പോകുന്നത്. അപ്പം റീഡ് എന്ന് പറയുന്ന വേർഡ് ഇതിൻ്റെ ബിഗിനിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉടനെ നേരെ കൺട്രോൾ ഇങ്ങോട്ട് പോകുന്നു. ഇനി വീണ്ടും ഇതിൻ്റെ താഴോട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. വീണ്ടും printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ എ നമ്പർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതാണ് ഈ എൻ്റർ എന്ന് ഇവിടെ എറർ എന്ന് എഴുതി കാണിച്ചിട്ട് ഉടനെ തന്നെ എൻ്റർ എ നമ്പർ എന്ന് വീണ്ടും ചോദിക്കും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റർ എ നമ്പർ എന്ന് ചോദിക്കുന്നു, നമ്മൾ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ 25 എന്ന നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഇതിവിടെ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വരും. 25 എന്ന നമ്പർ എന്ന് പറഞ്ഞാൽ <0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവത്തില്ല. നേരെ ഇത് ബാക്കിയുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് അത് സ്കിപ്പ് ചെയ്യും. എന്നിട്ട്
ഈ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. ഇതിവിടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സ്ക്വയർ റൂട്ട് കണ്ടെത്തി SQRT എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ക്വയർ റൂട്ട് കണ്ടെത്തുന്നു. ആ കിട്ടുന്ന വാല്യൂവിനെ y എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് സ്ക്വയർ റൂട്ട് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് വീണ്ടും ഗോ ടു റീഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഗോ ടു എന്നൊരു റീഡ് എന്ന് എഴുതി ഇവിടെ സെമി കോളൻ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും റീഡ് എന്ന് പറയുന്ന ആ ലേബൽ എവിടെയാണോ വരുന്നത് അങ്ങോട്ടേക്ക് അതിൻ്റെ കൺട്രോൾ പോകും, എക്സിക്യൂഷൻ അങ്ങോട്ട് പോകും. ഇനി ഇവിടെ നിന്നായിരിക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. മോളിന് തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും എൻ്റർ നമ്പർ എന്നുള്ളത് വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് എൻ്റർ നമ്പർ 25 ഇട്ട് കൊടുക്കുമ്പം നമ്മൾ സ്ക്വയർ റൂട്ട് ഈസ് 5 എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത എൻ്റർ നമ്പർ എന്ന് വീണ്ടും അത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും നിൽക്കാതെ ഒരിക്കലും സ്റ്റോപ്പ് ആവാതെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഗോ ടു എന്ന് പറഞ്ഞ എന്തെങ്കിലും ലേബൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വേർഡ് ആ ലേബൽ എവിടെയാണോ അപ്പിയർ ചെയ്യുന്നത് അങ്ങോട്ട് അതിൻ്റെ കൺട്രോൾ പോകും. അങ്ങനെ അപ്പോൾ അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്ത് ആ കൺട്രോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഈ ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ടോ കൺട്രോളിനെ നമുക്ക് എത്തിക്കാനാകും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കോ ആ കൺട്രോളിനെ എത്തിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നോക്കാം, ഈ സ്ലൈഡിൽ ഇവിടെ ലേബൽ എന്നുള്ളത് ഒരു വേർഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കോളനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ലേബൽ ക്രിയേറ്റ് ചെയ്ത പൊസിഷൻ അതാണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ ഗോ ടു ലേബൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് അതിൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നേരെ തിരിച്ചു പോയി ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലേബിൾ എന്ന സംഭവം കുറച്ച് താഴെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ലേബിൾ എന്ന സംഭവം താഴെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഗോ ടു ലേബിൾ എന്ന് ഇവിടെ കൊടുത്തു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫോളോയിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്ത് നേരെ താഴത്തെ ഈ പൊസിഷനിലോട്ട് വരും. ഇത് മേ ബി ഗോ ടു ലേബിൾ എന്നുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തായിരിക്കും ഈ ഗോ ടു ലേബിൾ വരുന്നത്. അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്താൽ ബാക്കി ഇതിൻ്റെ താഴോട്ട് വരുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം സ്കിപ്പ് ചെയ്ത് നേരെ താഴെ ലേബിൾ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനോട്ട് വരും. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള വളരെ പ്രോഗ്രാമിങ്ങിന് വളരെ ഫ്രീഡം തരുന്ന ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്ന വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസ് തന്നെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ കാഷ്വലായിട്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാംസൊക്കെ എഴുതാനായിട്ട് സാധിക്കും ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ച്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സിലബസിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ലാസ് എടുത്തത്. കാരണം ടെക്സ്റ്റ് ബുക്സിലൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാനേ പാടില്ല, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാനേ പാടില്ല എന്ന് പല ടെക്സ്റ്റ് ബുക്കിലും റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് റെഫറൻസ് ടെക്സ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ബാലഗുരു സ്വാമിയുടെ ടെക്സ്റ്റ് ബുക്കിലും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാനേ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ലോജിക്കൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാം. ശ്രദ്ധിക്കുക, സിൻറ്റാക്സ് എററല്ല, ലോജിക്കൽ എററാണ് ഉണ്ടാകുന്നത്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പം ഒരു എററും കാണിക്കത്തില്ല, കമ്പൈലോ എററൊന്നും കണ്ടെത്തത്തില്ല, കാരണം സിൻറ്റാക്സ് എററൊന്നും കാണത്തില്ല, അതുകൊണ്ട് കമ്പൈലർ എററൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് ആയിരിക്കത്തില്ല കമ്പൈലർ ഉദ്ദേശിക്കുന്നത്. കമ്പൈലർ ആ പ്രോഗ്രാം റൺ ചെയ്തെടുക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ലോജിക്ക് ആയിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് ലോജിക്കൽ എറർ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ. നമ്മൾ ഈ ചെറിയ പ്രോഗ്രാംസൊക്കെ എഴുതുമ്പോൾ സാധാരണ അങ്ങനെ ലോജിക്കൽ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ തന്നെ ലോജിക്കൽ എറർ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ വലിയ വലിയ പ്രോഗ്രാംസൊക്കെയാണ് എഴുതുന്നതെങ്കിൽ, ഒരു 4-5 പേജുള്ള പ്രോഗ്രാംസൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അതിൽ ഒരുപാട് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ലോജിക്കൽ എറർ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് ആയിരിക്കത്തില്ല കമ്പൈലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോജിക്കൽ എറർ ആയതുകൊണ്ട് അതൊരു എററായിട്ട് കമ്പൈലർ ഡിറ്റക്റ്റ് ചെയ്യത്തുമില്ല. ആ പ്രോഗ്രാം റൺ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് തരികയും ചെയ്യും. ആ ഔട്ട്പുട്ട് ചിലപ്പം തെറ്റായിരിക്കും. ആ ഔട്ട്പുട്ട് തെറ്റാണ് എന്ന് നമ്മളും മനസ്സിലാക്കത്തില്ല, കമ്പ്യൂട്ടർ മനസ്സിലാക്കത്തില്ല. പക്ഷേ ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എററുള്ള ഔട്ട്പുട്ടായിരിക്കും. പക്ഷേ അത് ഡിറ്റക്റ്റ് ചെയ്യാതെ മനസ്സിലാവാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ലോജിക്കൽ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതിയാൽ. അതുകൊണ്ട് തന്നെ ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാനേ പാടില്ല എന്നാണ് പല ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുള്ളത്. പ്രൊഫഷണൽസും പറയുന്നത് അങ്ങനെയാണ്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാമേ എഴുതാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം വളരെ കാഷ്വലായിട്ട് വളരെ കോമൺ ആയിട്ട് വളരെ ഫ്രീഡത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് സിലബസിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പഠിപ്പിക്കത്തില്ല. കാരണം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഇത് ഉപയോഗിച്ച് പ്രോഗ്രാം ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ തിയറി ഒരുപക്ഷെ ചോദിച്ചെന്ന്
ചോദിച്ചെന്നിരിക്കാം. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സോ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചെന്നിരിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചുകൊണ്ട് പോവുക. അതല്ലാതെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇത്രേ ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൽ പഠിക്കാനുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ മുതൽ അടുത്ത മോഡ്യൂളിലെ പോർഷൻസ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.